ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഇതിൽ സങ്കടവും സന്തോഷവും എല്ലാം ഉണ്ട്. അതെന്തെല്ലാമെന്നെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ രാവിലെ കിച്ചണിൽ വന്ന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സിമ്പിളാണ് കേട്ടോ. ഞാൻ ബ്രെഡിൽ കുറച്ച് ക്രീം ചീസെല്ലാം വെച്ചിട്ട് ആ, അങ്ങനെയാണ് ഉണ്ടാക്കുന്നില്ല. ഇന്നൊരു ഫ്രൈഡേയാണ്. അപ്പം ഞാൻ പറയാറില്ലേ, ഫ്രൈഡേ ദിവസങ്ങളിൽ രാവിലത്തെ നാസ്ത കുറച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ ഉച്ചക്കത്തെ ഫുഡ് ഏകദേശം ഒരു 12:30 ആകുമ്പോഴേക്ക് എത്തും. ഒരു 1:30 ആ ഒരു ടൈമിലേക്ക് ഫുഡ് കഴിക്കും. അപ്പം ഇത് കുറച്ച് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കൽ. അങ്ങനെയാണ് ഇന്ന് ഇതാക്കാമെന്ന് വെച്ചാൽ ബ്രെഡ് വെച്ചിട്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഋഷിയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നുള്ളത്. ഇത് എനിക്കാണ് ഉണ്ടാക്കുന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് കളറെല്ലാം കരിഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ശരിക്കും ഇങ്ങനെ കഴിക്കാൻ പാടില്ല, പക്ഷെ എന്നാലും എനിക്കിങ്ങനെയാണ് ഇഷ്ടം. അങ്ങനെ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഉച്ചക്കേക്കുള്ള ഫുഡിൻ്റെ പരിപാടി നോക്കലാണ്. പിന്നെ ഞാൻ പറയാറില്ലേ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എപ്പോഴും നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി, ഇറച്ചിച്ചോറ് അങ്ങനെയായിട്ടാണ് ഉണ്ടാക്കൽ എന്നുള്ളത്. പക്ഷേ ഇന്ന് വെറും ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ള. ചോറും ചിക്കൻ കറിയും. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തലേ ദിവസം വ്യാഴാഴ്ച ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഏതായാലും ഇന്ന് ചോറാക്കാമെന്ന് വിചാരിച്ച്. എപ്പോഴും ഈ നെയ്ച്ചോറ് ബിരിയാണിയെല്ലാം കഴിക്കുമ്പോൾ ഒരു മടുപ്പല്ലേ. പിന്നെ ചിക്കനും ഒരു മടുപ്പാണ്. പക്ഷേ ബീഫിനേക്കാളും എനിക്കിഷ്ടം ചിക്കനാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുന്ന് ചിക്കൻ കഴിച്ച് കഴിച്ച് മടുത്ത് ഇവിടെ വന്നേ പിന്നെ അധികവും ചിക്കൻ തന്നെയാണ്. അങ്ങനെ ചോറ് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറം ഞാൻ കുക്കറിൽ ചിക്കനും ഇട്ടിട്ടുണ്ട്. ഇനി അത് ഒരു 1-2 വിസിലിന് അങ്ങനെ വേവിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ സെയിം കണ്ടൻറ്റ് സെയിം കാര്യങ്ങളാണ് ഓരോ വീഡിയോയിൽ കാണിക്കുന്നുള്ളത്. അതെല്ലാം മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, ഞാനിങ്ങനെ എൻ്റെ ഡെയിലി ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ എന്താണ് വീഡിയോയിൽ കാണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇൻഷാ അള്ളാ ഇനിയും കുറച്ചും കൂടി നന്നാക്കണം എന്നെല്ലാം ആഗ്രഹമുണ്ട്. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എങ്ങനത്തെ വീഡിയോ ഇഷ്ടം എന്നുള്ളതും കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ ഞാൻ ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ചേന ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് ഇട്ടിട്ടുള്ളത്. ഇത് തൊട്ടാൽ കൈ ചൊറിയുമെന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഗ്ലൗസ് ഒന്നും ഇല്ലാണ്ട് ഒന്ന് തൊട്ട് നോക്കണം എന്താ അവസ്ഥ എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ പേടിയുണ്ട്. ഞാൻ പിന്നെ ഏതായാലും ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ചേന തൊട്ടാൽ ചേന വെന്ത് കിട്ടുന്നവരെ ഞങ്ങളെ കയ്യിൽ ആ ചൊറിച്ചിലുണ്ടാവും എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വിചാരിച്ച് ഇങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ ഇതാ ഞാൻ ചേന കുറച്ച് നല്ല നൈസായിട്ടല്ല, അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് സിമ്പിളാണ്, എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അങ്ങനെ പൊരിച്ചെടുക്കാൻ മാത്രമുള്ള എണ്ണയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അങ്ങനെ പിന്നെ ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ സാധനം ഓക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേന പൊരിച്ചതെല്ലാം. ചേന പിന്നെ എന്താ പറയുക, കുരുവില്ലേ, കുരു പൊരിച്ചതും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. ഇത് പിന്നെ ഇപ്പോൾ ഇൻസ്റ്റയിലെല്ലാം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന 3D പെന്നില്ലേ, അതാണ് കേട്ടോ. ഹംദ അത് കണ്ട മുതൽ കുറച്ച് നാളായിട്ട് ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടേനു. അപ്പം റഷി ചെറിയൊരു സർപ്രൈസ് ആയിട്ടെല്ലാം രാത്രിക്ക് വരുമ്പം കൊണ്ടുവന്നതാണ്. പക്ഷെ അതില്ലേ ചെറുതായിട്ട് പാളിപ്പോയി. ഓണാക്കി നോക്കുമ്പം എന്താ പറയുക, ലൈറ്റെല്ലാം കത്തുന്നുണ്ട്, പക്ഷെ ഗ്രീൻ കത്തുന്നില്ല. അപ്പം എന്തോ സംഭവം പോയിട്ടുണ്ട്. അങ്ങനെ അത് റിട്ടേൺ ആക്കിയിട്ട് വേറെ ഒന്ന് ഓർഡർ ചെയ്ത്. അത് സംഭവം ആദ്യം വന്നത് ബ്ലൂ കളറേനു. അങ്ങനെ ഓൾക്ക് ആദ്യം കണ്ടവരേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ വേണ്ട പിങ്കാണ് വേണ്ടതെന്നുള്ളത്. നോക്കുമ്പോൾ കറക്റ്റ് അത് വർക്ക് ചെയ്യുന്നില്ലേനു. അങ്ങനെ റിട്ടേൺ ആക്കിയിട്ട് ഇതിപ്പം പിങ്ക് വന്നിട്ടുണ്ട്. സംഭവം ഇത് നല്ല രസമാണ് കേട്ടോ. ഓളിത് കണ്ടേറ് മുതൽ വേണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു സർപ്രൈസായിട്ട് വാങ്ങിയതേനു. അങ്ങനെ ഇതിങ്ങനെ ഇതിൻ്റെ കൂടെ ഒരു കേബിളെല്ലാം ഉണ്ടാവും. അങ്ങനെ ഫ്ലഗിൽ കുത്തിയിട്ട് ഇത് ഓണാക്കി ഇട്ടാൽ ഫസ്റ്റ് തന്നെ
റെഡും യെല്ലോ ആണ് ലൈറ്റ് ഉണ്ടാവുക. ഉം, അങ്ങനെയായിരുന്നു ആദ്യം വാങ്ങിയതും. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. പക്ഷേ ഞങ്ങൾ ആദ്യത്തേത് അത് കത്തിയിട്ടില്ല. അപ്പം അങ്ങനെ കത്തുമ്പം ഇതിൻ്റെ കൂടെ 3 ഫിലമെൻ്റ് ഉണ്ടാവും. അപ്പം അത് ഇട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഈ ഫിലമെൻ്റ് ഇല്ലേ പെട്ടെന്ന് കഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കുറച്ചും കൂടി വാങ്ങി വെക്കേണ്ടി വരും. ഇത് പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഇത് കുറേ നാൾ മുമ്പേ ട്രെൻഡിങ്ങിലുണ്ടേനു കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പാണ് കൂടുതൽ അറിയപ്പെടുന്നതെന്ന് തോന്നുന്നത്. ഞാനിപ്പം കണ്ടിട്ടില്ല. ഇൻസ്റ്റയിൽ കുറേ റീലെല്ലാം ഇപ്പാണ് കണ്ടിട്ടുള്ളത്. അപ്പം അതെല്ലാം കണ്ടിട്ട് വാങ്ങിയതാണ്. ഞാൻ യൂട്യൂബിൽ നോക്കുമ്പം ഒരു 3, 4 വർഷം മുമ്പേ എല്ലാം ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം വീഡിയോസും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇനി ഇത് ഓണായി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ സംഭവം ഇങ്ങനെ വരും കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇത് കുറച്ച് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കാമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. കറക്റ്റ് ഞങ്ങൾ പെന്നും കൊണ്ട് എങ്ങനെ എഴുതുന്നത് അതുപോലെ ആ ബുക്കിൽ നോട്ടിൽ അടുപ്പിച്ച് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഒരു സിമ്പിളായിട്ടൊരു ചെറിയൊരു ബട്ടർഫ്ലൈ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ സംഭവം ഓക്കെ ആകുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പം പിന്നെ എനിക്ക് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് തോന്നുന്നുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ താഴെയായിട്ട് ആ ഒരു പെന്നിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ചൂടുണ്ടാവും. അപ്പോൾ അത് കുട്ടികളിങ്ങനെ തൊട്ട് പോകുന്നത് ശ്രദ്ധിച്ചാൽ മതി. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രസമാണ്. പിന്നെ ഇത് ഹംദൻ്റെ കയ്യിലാണെങ്കിൽ ഒതുങ്ങുന്നില്ല. ഓക്കെ ഇതെങ്ങനെയാണ് പിടിക്കണ്ടേ അത് പ്രസ് ചെയ്യാനും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനൊന്നും തിരിയുന്നില്ല. അപ്പം അവൾ എന്നോട് പറഞ്ഞു ഉമ്മ ഫസ്റ്റ് വരക്ക് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുത് മാത്രം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ ഈ 3 കളർ വെച്ചിട്ടും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നില്ല. അങ്ങനെ ഫസ്റ്റ് റെഡ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് മാറ്റിയിട്ട് ഗ്രീൻ കൊടുക്കണം. ഇതിങ്ങനെ മാറ്റി കൊടുക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല. ഈസിയാണ്. അങ്ങനെ ഞാൻ ഹംദക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾക്ക് കൊടുത്തിട്ട് എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ അവളെ കയ്യിൽ ഒതുങ്ങാത്ത പോലെ തന്നെ ഉണ്ടേനൂന്ന്. പിന്നെ ഞാൻ വാങ്ങിയിട്ട് വീണ്ടും കാണിച്ചു കൊടുത്തേരം ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം വരക്കുമ്പോഴേക്കന്നെ ആ ഒരു ഫിലമെൻ്റ് ഇല്ലേ അത് കഴിഞ്ഞിട്ടുണ്ടേനു കേട്ടോ. അത്രയേ ഉണ്ടാവും. കുറച്ചേ ഉണ്ടാവും. പെട്ടെന്ന് കഴിഞ്ഞു പോവും. ഇതിപ്പോൾ ചെറുത് വരച്ചോണ്ട് വലിയ പ്രശ്നമില്ല. വലുതായിട്ടാണെങ്കിൽ പകുതിക്ക് വെച്ചിട്ട് അത് കഴിഞ്ഞു പോവും. അങ്ങനെ ഇതാ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ കിട്ടും. ശരിക്കും നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നാട്ടിൽ മീഷോയിലെല്ലാം റേറ്റ് കുറവായിട്ട് കണ്ടിട്ടുണ്ടേനു. എന്തായാലും കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം ഉണ്ടെന്ന് അത് ഞാൻ ആദ്യം പറയാം. എന്നിട്ട് ഞാൻ സങ്കടമായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മൈക്ക് വാങ്ങണം എന്നുള്ളത്. അങ്ങനെ ഋഷി എനിക്കൊരു ചെറിയൊരു സർപ്രൈസായിട്ട് കൊണ്ടുവന്നതാണ് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് എന്താ പറയുക ഞാൻ കുറേ നാളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വേണം എന്നുള്ളത്. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ച്. പിന്നെ ഇവിടെ വന്നേരം ഞാൻ പറഞ്ഞിട്ടിട്ടേനു ഇങ്ങനെ ഒന്ന് വാങ്ങിയേനു ഇവിടെ റേറ്റ് കുറവാണോ നോക്കാമെന്നല്ലോ. അപ്പം ഋഷി ഇങ്ങനെ നോക്കി അത്യാവശ്യം നല്ല റേറ്റ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു മതി വേണ്ട ഏതെങ്കിലും ഒരു കാലം ഞാൻ തന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കി. പിന്നെ എനിക്ക് ഋഷി പെട്ടെന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എന്താ പറയുക ഈ ഒരു മൈക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ള മുന്നത്തെ വീഡിയോയും ഈ വീഡിയോയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള അങ്ങനെ തോന്നുന്നുണ്ട്. ഏതായാലും നിങ്ങൾ പറയും. അങ്ങനെ ഒടുവിൽ ഇത് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കയ്യിൽ കിട്ടിയത് ശരിക്കും എനിക്ക് സന്തോഷം കൊണ്ട് ഇങ്ങനെ ഓപ്പൺ ആക്കണ്ടേന്ന് പോലും മനസ്സിലായിട്ടില്ലേനു കേട്ടോ. ഇത് വാങ്ങിയേരം ഋഷി എന്നോട് പറഞ്ഞേ ഇനി വോയിസ് ഓവർ കൊടുക്കരുത്. ഇനി എന്താ പറയുക ലൈവായിട്ട് വീഡിയോ എടുക്കണം. അങ്ങനെ എടുത്താലാണ് കൂടുതൽ നന്നായിട്ട് ഉണ്ടാകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അങ്ങനെ എടുക്കാൻ എന്തോ ഒരു ചമ്മൽ. അങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ എന്തോ പോലെ. ഇൻഷാ അള്ളാ
അങ്ങനെ ഇതിൻ്റെ കൂടെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ക്യാമറയ്ക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള മൈക്കും ഉണ്ട്. അതിപ്പോൾ എനിക്ക് ആവശ്യമില്ല. ഞാൻ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അതവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മൈക്കിന് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റിയ സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതും ഹംദൻ്റെ ആ ഒരു 3D പെന്നും രണ്ടാമത് കൊണ്ടുവന്നിട്ടില്ലേ, ഇത് രണ്ടും ഒന്നിച്ചാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് റഷി രാത്രി വരുമ്പോൾ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേ ദിവസം രാവിലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ സങ്കടമായിട്ടുള്ള എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി. ഞാൻ രാവിലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ട് നിന്നേനു. നോക്കുമ്പം എന്തോ കാരണം കൊണ്ട് അത് പൊട്ടിപ്പോയി. ഞാൻ ഡെയിലി എടുക്കുന്ന പോലെ തന്നെ ഫോണെല്ലാം വെച്ച് ചെയ്തേനു. പക്ഷേ എന്താണെന്നറിയില്ല, അത് പൊട്ടിപ്പോയി. ഒരു 1.5 വർഷമായിട്ട് ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്ത് കാരണമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അന്നേരം ഒരു സങ്കടം ഉണ്ടേനു. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും വരാനുള്ളത് വരും, പോകാനുള്ളത് പോവും, അങ്ങനെ വിചാരിച്ച് സമാധാനപ്പെട്ട് പിന്നെ ഞാൻ വിചാരിച്ചിനി എന്തെങ്കിലും ഒരു ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റും. എന്തായാലും ഒട്ടിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ മൂവ് ചെയ്യാൻ പറ്റൂല. അത് എനിക്കറിയാം. പക്ഷേ എന്തായാലും വേറെ വാങ്ങണ്ട, ഇതന്നെ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് എന്താ പറയുക, റഷിനോട് വരുമ്പോൾ ഒരു ഗമ്മെല്ലാം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ ഞാനത് വെച്ച് ഒട്ടിച്ച് തരാം, ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഞാൻ കുറേ നോക്കിയതാണ് എനിക്ക് കാര്യം മനസ്സിലായേ. ഈ പിടിക്കുന്ന ഈ ഭാഗത്തില്ലേ, ഇതിങ്ങനെ ടൈറ്റ് ആക്കാനും ലൂസ് ആക്കാനും പറ്റും. ഞാൻ ഇപ്പോൾ കൈ വെച്ചിട്ടില്ലേ അവിടെ, അത് കുറച്ച് ലൂസാക്കിയാൽ ഇങ്ങനെ മുകളിലും താഴെയും ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കുറച്ച് ടൈറ്റിലാന്ന് തോന്നുന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് പൊക്കിയപ്പോൾ പൊട്ടിപ്പോയതാന്ന് തോന്നുന്നു. അങ്ങനെ ഏതായാലും അതങ്ങനെ ഞാൻ പശ വെച്ച് ഒട്ടിച്ചേരം അതങ്ങനെ നിന്നിട്ടുണ്ട്. ഏതായാലും അതന്നെ ഉപയോഗിക്കാം. അന്ന് രാത്രിക്കേനും മൈക്ക് കൊണ്ടാന്നിന്. അപ്പം സന്തോഷവും സങ്കടവും എല്ലാം ഉള്ളൊരു ദിവസമായിട്ട് മാറി. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടേനു ഹസ്ബൻഡിന് അവിടെ എന്താ ജോബ്, എവിടെയാണെന്നെല്ലാം. ഞാൻ ഈ വീഡിയോയിൽ അത് ഇന്ന് കാണിക്കാം കേട്ടോ. റഷി അമ്മാനയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഓഫീസിൻ്റെ റീ ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവിറ്റേഷൻ കാർഡും എല്ലാം ആയിട്ടാണ് റഷി വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചെന്നേ ഉള്ളൂ. മുന്നേ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് അത്ര ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ മുതലേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കേനു. അങ്ങനെ ഞങ്ങൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇയാളിപ്പം എവിടെ പോകുമ്പം ഈ ഒരു ലബോബി എടുത്തിട്ടാണ് പോവുക. ഈ ഒന്ന് മാത്രമല്ല, ഒരെണ്ണം കൂടിയുണ്ട്. എന്താ പറയുക, എന്തെങ്കിലും ഒരു സാധനം ഓളെ കയ്യിലില്ലാണ്ട് ഓളെ എവിടെയും പോകില്ല കേട്ടാ. ഞാൻ ചില ദിവസങ്ങളിൽ എടുക്കണ്ടെന്ന് പറയും. കുറേ കഴിഞ്ഞാൽ ഒന്ന് പിടിക്കുമോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തരും. അപ്പോൾ ഞാൻ പറയും ഇന്നെന്തായാലും നീ എടുക്കണ്ടെന്ന് പറയും. പക്ഷേ ഓൾ കാണാണ്ടെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടെല്ലാം എടുത്തിട്ട് വരും. പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാൻ തന്നെ ഇത് കാണുക, ഓൾ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. കുറേ നേരം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പുതിയ ആൾക്കാരെ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും എല്ലാം പറ്റി. ഇതേപോലെ ഫസ്റ്റ് ടൈമേനു. പിന്നെ നല്ല രീതിയിൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനും ഹംദിയും തിരിച്ച് റൂമിലേക്ക് വന്നു. റഷി ഇപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടേനു. അങ്ങനെയൊക്കെ. പിന്നെ അവിടുന്ന് എടുത്ത ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിലിപ്പം ഇല്ല. എൻ്റെ അടുത്തുള്ള വീഡിയോ ഞാൻ ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. ഇനി വീഡിയോ കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് വ്ളോഗിലും കൂടി അത് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷവും കാര്യങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടാം. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ. Thanking you everybody for joining us today. Me and my team is so grateful.